കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിലെ പ്രധാന പ്രതിയും CPIM നേതാവുമായ PR അരവിന്ദാക്ഷൻ ഇടക്കാല ജാമ്യം. മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനായി 10 ദിവസത്തേക്കാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. വിവാഹത്തിനായി ജാമ്യം നൽകുന്നതിൽ എതിർപ്പില്ലെന്ന് ED കോടതിയെ അറിയിച്ചു. ജസ്റ്റിസ് CS ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ശ്യാം ദേവരാജുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്യാം, കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ED അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് EDയുടെ കസ്റ്റഡിയിലും ഒപ്പം ജുഡീഷ്യൽ കസ്റ്റഡിയിലുമാണ് PR അരവിന്ദാക്ഷൻ. ഇപ്പോൾ ജാമ്യം അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിൽ എന്തൊക്കെയാണ് പറയുന്നത്? ബിനിൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാളാണ് PR അരവിന്ദാക്ഷൻ. CPIMന്റെ നേതാവും മുൻ കൌൺസിലറും കൂടിയാണ് PR അരവിന്ദാക്ഷൻ. PR അരവിന്ദാക്ഷനാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇപ്പോൾ ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്നത്. ഇത് 10 ദിവസത്തേക്കാണ് ഇടക്കാല ജാമ്യം. മകളുടെ വിവാഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് 10 ദിവസത്തെ ഇടക്കാല ജാമ്യം ഹൈക്കോടതി PR അരവിന്ദാക്ഷന് നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ കള്ളപ്പണ ഇടപാട് കേസിൽ നേരത്തെ വിചാരണ കോടതി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഈ PR അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. തുടർന്നാണ് ജാമ്യാപേക്ഷയുമായി PR അരവിന്ദാക്ഷൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഈ ജാമ്യാപേക്ഷ പരിഗണനയിൽ ഇരിക്കെയാണ് ഇടക്കാല ജാമ്യം തേടി PR അരവിന്ദാക്ഷൻ ഹൈക്കോടതിയെ സമീപിച്ചത്. 10 ദിവസമായിരുന്നു ഇടക്കാല ജാമ്യാപേക്ഷയിൽ ആവശ്യമായി ഉന്നയിച്ചിരുന്നത്. ഇതിൽ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന അതേ കോടതിക്ക് ഇടക്കാല ജാമ്യം നൽകാൻ അധികാരമുണ്ട്, അല്ലെങ്കിൽ ഇടക്കാല ജാമ്യം കൂടി പരിഗണിക്കാനുള്ള അധികാരമുണ്ട്. അത് അരവിന്ദ് കെജ്രിവാളിന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടെന്ന വാദമാണ് PR അരവിന്ദാക്ഷന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഉയർത്തിയത്. ഈ വാദം അംഗീകരിച്ചാണ് ഇടക്കാല ജാമ്യം പരിഗണിക്കുകയും 10 ദിവസത്തേക്ക് ഇടക്കാല ജാമ്യം നൽകുകയും ചെയ്തത്. എൻഫോഴ്സ്മെന്റ് PR അരവിന്ദാക്ഷന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കല്യാണത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇടക്കാല ജാമ്യം അനുവദിക്കുന്നതിൽ എതിർപ്പില്ലെന്ന് EDയും ഹൈക്കോടതിയെ അനുവദിച്ചു. അതോടെയാണ് ജാമ്യം നൽകിയത്.